ഹായ്, ഹലോ. ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കഴിക്കാൻ വളരെ ഇഷ്ടമുള്ളതും എന്നാൽ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്ന ഒരു റെസിപ്പിയാണ്, ഒരു ഡിഷാണ് ബട്ടർ ഗാർലിക് ചിക്കൻ. എന്നാൽ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കുഞ്ഞു കുഞ്ഞു റെസിപ്പി എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കേണ്ടത്. അത് കറക്റ്റ് അളവിൽ വിട്ടുപോകാണ്ട് നമ്മൾ അതാത് സമയങ്ങളിൽ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ഡിഷാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാ. അതൊക്കെ എപ്പോഴും പറയുന്നതാണ്, പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ വേറൊരു കാര്യം തുടങ്ങിയിട്ട് ഷോർട്സ് വീഡിയോ കുറെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ചിലര് പറയുന്നുണ്ട് അത് വലിയ വീഡിയോ ആയിട്ട് ഇടുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പൊ അതില് സെലക്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ഞാൻ വലിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 കിലോ ചിക്കൻ, അത് ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺസ് ഉള്ളതും എടുക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ ബോൺലെസ് ആണ്. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഞാൻ അതിൽ ബോൺലെസ് ആയിട്ടുള്ള പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് മാറ്റി വെച്ചേക്കാണ്. ആ ബോൺസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അതും ഇതിനാവശ്യമുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ചിക്കൻ്റെ ലെഗും അതിൻ്റെ ഇതിൽ നിന്ന് ഫ്ലഷ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അതന്നെ, അതിനാണ് സംഭവം പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയും പോകുന്ന പീസുകളൊക്കെ ആയിട്ട് അത് കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് സ്വല്പം ഉപ്പും സ്വല്പം കുരുമുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് നേരം മുമ്പ് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അതിന് മൂടി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മൈദയാണ്. അത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ചിക്കൻ. അപ്പോൾ അത് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റ് വരെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഫോർക്ക് വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. എന്ന് വെച്ചാൽ മൈദ കൂടിയ കാരണം അതിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 80% വെന്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയതാണ്. ഒരു 4 മിനിറ്റ് ഒക്കെയാണ് ഞാൻ തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചിക്കൻ്റെ എല്ലൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് നമ്മളിവിടെ 1 കപ്പാണ് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതാണ്. ഇതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാം സാറിന്. ബട്ടർ ഇടുക. 1.5 സ്പൂണോ 2 സ്പൂണോ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് വേണം അതിന്. ബട്ടർ ഗാർലിക് ചിക്കൻ അല്ലേ, അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വേണം. ഇത് നമുക്കൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെയിം പാനിലേക്ക് ഇങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ചിക്കൻ ക്യൂബ്സ് വാങ്ങിക്കാൻ കിട്ടും. മാഗിയിൽ കിട്ടും. അല്ലാണ്ട് ചിക്കൻ ക്യൂബ്സ് വേണ്ടി മേടിക്കാം കേട്ടോ. അത് ചെയ്യുമ്പോൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളച്ച 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ക്യൂബ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ സ്റ്റോക്കായി. അത് അത്യാവശ്യം അങ്ങനെ സോളിഡ് ആയിട്ടിരിക്കുന്ന സാധനം, മാഗി ക്യൂബ്സ് പോലെ തന്നെ. അതന്നെ. ഇനി നമ്മൾ എടുത്തത് വെളുത്തുള്ളി ചെറുതായിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് അതിലേക്ക് ഇവിടെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇളക്കണം. ഇളക്കി മൊരിഞ്ഞ് വരണം. മൊരിയണം. അതായത് ആ ഒരു മാത്രല്ല
ഈ ബട്ടറിൽ ഈ ഗാർലിക്കിന്റെ ഇത് ബ്ലെൻഡ് ആവും ശരിക്കും. ആ സ്മെല്ല് വരണമെങ്കിൽ ആ ഒരു അപ്പൊ നമ്മുടെ ഗോൾഡൻ കളറിലേക്ക് ഇങ്ങനെ വന്നു നമ്മുടെ ഡിഷിനെ ഫുള്ള് ആ ഒരു ടേസ്റ്റ് കിട്ടും. അതെ, ഇതാണല്ലോ അതിന്റെ ഹൈലൈറ്റ്. ഈ ചെറിയ പദവന്നെ നോക്കണം, നമ്മൾ ഓയിൽ ഒഴിച്ചതിന്റെ അതങ്ങോട്ട് മിക്സ് ആവുമ്പോഴാണ് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ പദവന്നെ കിട്ടുക. അതുകൊണ്ട് അത് പ്രശ്നമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ശ്രദ്ധിക്കാം. മൈദ മൈദ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മൈദ ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ചൂടുള്ള കാരണം മൈദ ഇങ്ങനെ ആയി. സ്റ്റോക്ക് ഒഴിക്കണം. പതുക്കെ പതുക്കെ ഒഴിച്ചോളാം, വെള്ളമായി കഴിഞ്ഞ പതുക്കെ. അല്ല, പെട്ടെന്ന് തെറിക്കേണ്ട വെച്ചിട്ട് പറഞ്ഞത് ഞാൻ. ഇനിയിപ്പോൾ ഇതിൽ നന്നായി കിടന്ന് തിളച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒരു തിക്കായിട്ട് വരും. എന്ന് വെച്ചാൽ മൈദേരെ ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ തിക്കായിട്ട് വരും. ചെറുതായിട്ട് തിക്കായിട്ട് വരും. 3-4 മിനിറ്റ് എടുക്കുന്നുണ്ടല്ലേ? ഇല്ല, അത് വേഗാവും. മൈദേനെ പെട്ടെന്നാവും. 3-4 മിനിറ്റ് ഒന്നല്ല, ഒരു മിനിറ്റ്, 1.5 മിനിറ്റ് ട്ടാ, അത്രേ ആയിട്ടുള്ളൂ. അപ്പം അത് കണ്ടില്ലേ, ഇത് തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ആയ പോലെ വന്നിട്ടുണ്ട്. ഇനി അതതിൻ്റെ അങ്ങോട്ട് കിട്ടും ബട്ടറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് പിന്നെ നല്ല തീയിൽ വെച്ചാൽ അങ്ങനെ അല്ല, കുറച്ച് നേരം വെച്ചാൽ അങ്ങനെ ഭയങ്കര തിക്കായി വരും. പക്ഷെ നമുക്ക് കുറച്ചൊരു ഈ ഒരു കൺസിസ്റ്റൻസി വേണം. എന്ന് വെച്ചാൽ ചിക്കൻ ഇതിൽ കിടന്ന് വേവാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നമുക്ക് പതുക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ടോ, നേരെ എനിക്ക് പതുക്കെ ഇട്ടോ. അതിൻ്റെ സ്റ്റോക്ക് അടക്കം ഒഴിച്ചു. വെന്ത് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നല്ല സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തറിയോ ഇതില് അതല്ല, ഇത് ഒന്ന് ഇതായിട്ട് വരണം. അതായത് വേവും ചെയ്യാൻ ഒരു 20% വേവാണ്ട് ചെയ്യണം. അത് മാത്രമല്ല, ആ ഗ്രേവിയിലെ അത് നോക്കുന്നു പറ്റി ഇങ്ങനെ ഫ്രൈ ആയിട്ട് നന്നായി പിടിച്ചു വരണം. അതിനെ നമ്മളൊരു 3 മിനിറ്റ് തൊട്ട് 4 മിനിറ്റ് വരെ എടുക്കണം. ശരി, അപ്പൊ അതിനാവട്ടെ. അപ്പോൾ ഏകദേശം 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൽ ആ സോസൊക്കെ അതിൽ പിടിച്ചു, ആ ബട്ടറും അതൊക്കെയാണ് അതിലിങ്ങനെ കുറച്ച് നിൽക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു 1/2 ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാം. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ. ഇനിയിപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, പക്ഷെ ഇതുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടും. അതുപോലെ പാഴ്സ്ലി ലീഫ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്ന അങ്ങനെ എൻ്റെ കയ്യിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂണൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാഴ്സ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഗാർണിഷ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.
ചെയ്യാം.